ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റെഡ് സീനെ പറ്റിയിട്ടാണ്. അതായത് കടൽ കൊള്ളക്കാരെ പറ്റിയിട്ട് കുറച്ച് സീനാണ് കേട്ടോ. എൻ്റെ മോനെ, ഈ വഴി കൂടി പോകുന്ന എല്ലാ സീഫെയറേയും നെഞ്ചിൽ ചെറിയൊരു പേടിയുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇവരെപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ നമ്മൾ ഈ ഷിപ്പ് ആ വഴി കൂടി പോകുമ്പോൾ എന്തെല്ലാം സംഭവം ഇവിടെ ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നാ പിന്നെ ഇത് നമ്മളെ കപ്പൽ വരുന്ന വഴിയാണ്. ഇതിന്റെ ഏറ്റവും മേലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൂയസ് കനാൽ. പിന്നെ അതിന്റെ അപ്പുറത്തായിട്ട് സുഡാൻ, സൊമാലിയ, യമൻ, സൗദി എന്ന രാജ്യങ്ങളും പിന്നെ ഇങ്ങേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും. ഇത് റെഡിക്ക് പറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ചെങ്കടൽ. ഈ വഴി കൂടി പോകുമ്പോൾ നമ്മൾ എപ്പോൾ അലേർട്ടായിരിക്കും. കാരണം എപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം ഒരു സൈഡ് കടൽ കൊള്ളക്കാർ, പിന്നെ ഹൂതി വിമതർ ആക്രമണം. മുൻകരുതലായിട്ട് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഹെൽമെറ്റ്. പിന്നെ ഈ പെട്ടി കാണുന്നത് ഒരു സംഭവമാണ്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ജാക്കറ്റ് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല കന. ഈ ഒരു സംഭവം കാണിച്ചു തരാം. ഈ പാഞ്ഞു വരുന്ന ഒറ്റ ബോട്ട് കണ്ടോ, ഡ്രോൺ ആക്രമണം ഇല്ലേ, അതേപോലെയാണ് ഈ ബോട്ട് ആക്രമണം. സ്ഫോടന വസ്തുക്കളായി ഹൂതി വിമതർ വിടുന്ന ബോട്ടാണ്. ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടാവില്ല. ഇതിന്റെ വരുത്ത് കാണുമ്പോൾ അറിയാം ഇത് അറ്റാക്ക് ചെയ്യാൻ മാത്രം വരുന്ന ബോട്ടാണ്. വരുന്ന ബോട്ടിന് ആദ്യം ഒന്ന് പരിശോധിക്കും, പിന്നെ ഒരു വാണിങ്ങും കൊടുക്കും. അതും കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെ മക്കള് തുടങ്ങും വെക്കടാ വെടി. എന്റെ മോനെ, ഇനി ഒന്നും പറയണ്ട, പൊട്ടലേ പൊട്ടല്. പിന്നെ ഈ മക്കള് പുലിയാണ് കേട്ടാ, പുലിയല്ല പുപ്പുലി. പിന്നെ വെടിയും പുകയും പൊട്ടലും. ഈ ആക്രമണം സ്റ്റാർട്ട് ചെയ്തത് 2023 ഒക്ടോബർ 31-നാണ്. നടത്തുന്നത് യമനിലെ ഹൂതി വിമതരാണ്. ഈ ഇസ്രയേലിന്റെ ഗാസയിലെ ആക്രമണത്തിന്റെ പ്രതികാരമായിട്ടാണ് അവർ പറയുന്നത്. ഈ ആക്രമണം എല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇനി അടുത്ത വരാൻ പോകുന്നതാണ് കടൽ കൊള്ളക്കാർ, അതായത് സൊമാലിയൻ കടൽ കൊള്ളക്കാർ. അവർ ഇതേപോലെ ഒരു ബോട്ടിലല്ല വരിക കേട്ടോ, അവർ 2-3 ബോട്ട് എടുത്തിട്ടേ വരുക, അതും കപ്പലിന്റെ ബാക്കിൽ തന്നെ. ഇങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ സമയത്ത് ഷിപ്പിന്റെ പുറത്ത് ആരും പണിയെടുക്കില്ല കേട്ടോ, എല്ലാവരും ഉള്ളിലായിരിക്കും. പക്ഷെ ഫുൾ ടൈം സെക്യൂരിറ്റി വാച്ച് നടന്നുകൊണ്ടിരിക്കും. കപ്പലിന്റെ വിൻഡോ ഇതേപോലെ പേപ്പറിൽ പൊത്തി വെക്കും. എന്തിനാന്ന് വെച്ചാൽ രാത്രി കപ്പലിന്റെ ഉള്ളിലത്തെ വെളിച്ചം പുറത്ത് കാണാതിരിക്കാൻ. കടൽ കൊള്ളക്കാർക്ക് നമ്മളെ ഷിപ്പ് പെട്ടെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുട്ടാക്കി വെക്കുന്നത്. അടുത്ത സംഭവമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര സൂക്ഷ്മമായിട്ട് പൊളിക്കുന്ന സാധനം എന്താണെന്നറിയാവോ? ഈ കാണുന്നതാണ് ആ സംഭവം, മുള്ളുവേലി. നാട്ടിൽ മാത്രമല്ല കേട്ടാ, കടലിലും ഇതേപോലത്തെ സംഭവം കിട്ടും. നമ്മൾ കെട്ടാനുള്ള കാരണങ്ങൾ ഒന്ന് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട്, പിന്നെന്ന് വെച്ചാൽ കടൽ കൊള്ളക്കാർ ഷിപ്പിലേക്ക് കയറാതിരിക്കുക. പിന്നെ അഥവാ അവർ കയറുമ്പോൾ അവർക്ക് ഇത് നീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്തുള്ള നേവി കപ്പലിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മളെ രക്ഷിച്ചോളി ചെയ്യുന്നു. സമയത്തിൻ്റെ ഉള്ളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേവിക്കാർ ചെയ്യും. ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ പോലീസുകാർ പാർട്ടിക്കാരെ ഓടിപ്പിക്കാൻ ജലപീരങ്കി ഉപയോഗിക്കില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് ഇത്. ഇങ്ങനത്തെ ഈ ഒരു സംഭവം നമ്മുടെ ഷിപ്പിന് ചുറ്റും കെട്ടിവെക്കും. എന്നിട്ട് ഈ വഴി കൂടി പോകുമ്പോൾ നമ്മൾ ഇതങ്ങ് ഓണാക്കി വെക്കും. അപ്പൊ ഹൈ പ്രഷർ സീ വാട്ടർ വെള്ളം ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകും. അപ്പൊ കടൽ കൊള്ളക്കാർക്ക് കയറാൻ കുറച്ച് ടൈം ആവും. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ പ്രാവശ്യത്തെ വീഡിയോ?